ഹലോ, ഗുഡ് മോർണിംഗ്. സോ നമ്മുടെ സെക്കൻഡ് ഡേ ആണ് താജിലെ. ഇപ്പം നമ്മൾ രാവിലെ എണീറ്റ് ഇതാ ഫ്രഷായി. ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഇന്നലെയൊക്കെ അതെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. താജിൽ നമ്മൾ കുറേ നേരം ഇങ്ങനെ ചിലവഴിച്ചു. അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമാണ്. നമ്മളെപ്പോഴും റീൽസിലൊക്കെ കാണുന്ന പോലെ ഉറക്കം മതിയില്ലെങ്കിലും വേണ്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് പോയി കഴിക്കുന്ന ഒരാൾ പകുതി എന്ന് പറയില്ലേ. അപ്പം അതുപോലെയാണ് 10:30 വരെയുള്ള ബ്രേക്ക്ഫാസ്റ്റ്. എണീക്കാൻ തന്നെ ലേറ്റായി, വേഗം ചടപടയെന്നൊക്കെ ഡ്രസ്സൊക്കെ ചെയ്ത് നമ്മൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് മുടക്കാൻ പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് പോവാണ്. കാരണം നല്ല കിടു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും ഇന്നലത്തെ ഡിന്നർ പോലെ. വിത്ത് പറഞ്ഞ പോലെ എക്സൈറ്റഡ് ആണ് ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഒരു സ്പെഷ്യൽ സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. ഇവിടെ അടുത്തുള്ള, ഇവിടെ ഭയങ്കര ഫേമസ് അതിനൊക്കെയാണ് പഞ്ചവടി എന്ന് പറയുന്ന സ്ഥലവും അതിന് ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് നിങ്ങൾക്കും കൂടെ വേണ്ടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നമ്മൾ തലേ ദിവസത്തെ പ്രീവിയസ് വീഡിയോ നമ്മുടെ താജിന്റെ, നാസിക്കിലെ താജും അതിന്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതൊന്ന് പോയി നോക്കൂ. പിന്നെ നമ്മൾ അതിന് മുന്നത്തെ വീഡിയോ സുലാവ ഇനിയാസും ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പോയി നോക്കിയിട്ട് വരും. അപ്പൊ ഫസ്റ്റ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വന്നിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി എനിക്ക് ഒന്നും തന്നെ പറയാനില്ല. കിടു ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് ഫുള്ളായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഉണ്ട്, നോർത്ത് ഇന്ത്യൻ പറാട്ടാസ്, എല്ലാം ഹെൽത്തി വേർഷനാണ്. ഊത്തപ്പാണെങ്കിലും മില്ലറ്റ് ഊത്തപ്പം, ഇഡ്ഡലി ആണെങ്കിലും ഒരു ഹെൽത്തി വേർഷൻ ഓഫ് ഇഡ്ഡലി, പിന്നെ മഹാരാഷ്ട്രീയൻ ഫുഡുകളുണ്ട്, പിന്നെ മൈസൂർ വട, പിന്നെ പറാട്ടാസ്, എല്ലാ ടൈപ്പ് ഓഫ് പറാട്ടാസും ഉണ്ട്. അത് ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കും. അപ്പം അതൊന്നും ഞാൻ വാങ്ങിയില്ല. എനിക്ക് എപ്പോഴും ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ എനിക്ക് എപ്പോഴും ഇഷ്ടം ഈ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റാണ്. സോസേജ്, മാഷ്ഡ് പൊട്ടാറ്റോസ്, അതുപോലെ എൻ്റെ ഫേവറേറ്റ് സാധനമാണ് ഈ ക്രോസോൺ. എൻ്റെ ഫേവറേറ്റ് ആണ്. അതേപോലെ തന്നെ ഒരു സ്പെഷ്യൽ ബ്രെഡ് വിത്ത് ബട്ടർ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ അത് മാത്രമാണ് കഴിക്കുന്നത്, അതാണ് ഞാൻ എടുത്തത്. പിന്നെ ഇങ്ങനത്തെ കേക്കുകൾ, ബനാന കേക്ക്, ഡോണറ്റ്സ്, വിത്ത് വെറും മഫിൻസും ഡോണറ്റും അങ്ങനത്തെയൊക്കെയാണ് വിത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ വേർഷൻ ഞാൻ അധികം എടുത്തിട്ടില്ല കേട്ടോ. അത് വേണമെങ്കിൽ ഇതിരിക്കാം. പിന്നെ എഗ്ഗ്, പിന്നെ ഉള്ളത് സാൽമൺ, ഹാങ്, അങ്ങനത്തെ സാധനങ്ങളോ അതും എനിക്ക് വലിയ ഇഷ്ടമില്ല. അതൊക്കെ ഉണ്ട്, എല്ലാ ടൈപ്പ് ഓഫ് സാധനങ്ങളും ഉണ്ട്. ഫ്രൂട്ട്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നമുക്കതിൽ ഫുള്ള് കാണിക്കാൻ പറ്റിയിട്ടില്ല. ഒരു സൈഡ് മുതൽ ഒരു മറ്റേ സൈഡ് വരെ എത്താത്ത അത്രയും സാധനങ്ങളുണ്ട്. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്, പറയാതിരിക്കും വയ്യ. സൂപ്പർ. ഞാൻ ഓരോന്നായിട്ട് കഴിക്കട്ടെ. പക്ഷെ എൻ്റെ ഫേവറേറ്റ് സാധനങ്ങൾ ഞാൻ ആദ്യം കഴിച്ചു തുടങ്ങട്ടെ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. എനിക്കതിനെ പറ്റി പറഞ്ഞാലും മതിയാവില്ല, അത്ര അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞാൽ ഒന്നും നടന്നില്ലെങ്കിൽ ശരിയാവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഇത് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ട്. അതല്ല കേട്ടോ, നമ്മളിവിടെ ഒരു ജോഗിങ് ട്രാക്കും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഗാർഡൻ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരു സെൻ ഗാർഡൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര കാമായിട്ടുള്ള ഒരു സ്ഥലം. ഇവിടെ വന്നപ്പോൾ തന്നെ ശരിക്കും നാട് പോലെ എനിക്കിങ്ങനെ തോന്നായി. ഈ ഒരു ആൽമരവും അതുപോലെ ശരിക്കും അതുപോലെ കല്ലൊക്കെ അതുപോലെ തന്നെ ആ ഒരു പ്രകൃതി അതുപോലെ തന്നെ നിലനിർത്തിയിട്ട് ഭയങ്കര ഒരു പീസ്ഫുൾ ഒരു അറ്റ്മോസ്ഫിയർ കേട്ടോ. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ തന്നെ ഇങ്ങനെ കിടന്നുറങ്ങാനൊക്കെ ഇങ്ങനെ തോന്നുക, ഇവിടെ തന്നെ ഇരിക്കാൻ തോന്നുക. നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പുണ്ട്, നല്ല സൂപ്പർ അടിപൊളി ക്ലൈമറ്റാണ്. അപ്പോൾ വെറുതെ ഇങ്ങനെ നമുക്ക് കുറേ ഫോട്ടോസ് എടുക്കാം. ഇന്നലെ രാത്രി ആയതുകൊണ്ട് അത്ര നല്ല ഫോട്ടോ ഒന്നും ഇവിടുന്ന് കിട്ടിയില്ല. അപ്പോൾ ഇവിടുന്ന് ഒരു നല്ല 1-2 ഫോട്ടോയും കൂടെ എടുക്കാം, എന്നിട്ട് റൂമിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ റൂമിലെത്തി. ഇനി ചെക്ക് ഔട്ട് ചെയ്യാനുള്ള സമയമായി. നമുക്ക് പാക്കിങ്ങും നമ്മൾ ഫുൾ ഒരു ദിവസം നിന്നുള്ള വെച്ചാൽ അറിയില്ല, എല്ലാ സാധനങ്ങളും എടുത്തു വെച്ച് ഒക്കെ റെഡി ആക്കണം. ചെക്ക് ഔട്ട് ചെയ്യാറായി. ഇവിടെ വിത്ത് കൂട്ടി ആസ് യൂഷ്വൽ പറഞ്ഞ പോലെ തന്നെ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ താജുകാർക്ക് ഒരു വലിയ ലെറ്റർ എഴുതി വെച്ചിട്ട് വിത്ത് എവിടെ ചെന്നാലും അതിനെ പറ്റിയിട്ടൊരു ഒരു എഴുത്ത് അവിടെ ആ ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടാണ് വിത്ത് കുട്ടി പോവുള്ളൂ കേട്ടോ. അപ്പൊ അതൊക്കെയാണ്. ഇനിയിപ്പോ നമ്മളെ ചെക്കൗട്ട് ചെയ്യാറായി. ഇനി ചെക്കൗട്ട് ചെയ്തിട്ട് കുറച്ച് സ്ഥലങ്ങളെ കണ്ടിട്ടേ നമ്മളിന്ന് പോവുള്ളൂ. പക്ഷെ ഇവിടെ നിന്ന് സത്യം പറഞ്ഞാൽ പോകാൻ തോന്നുന്നില്ല. അതെപ്പോഴും അങ്ങനെയാണ്. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ തോന്നില്ല, ഇവിടെയൊക്കെ തന്നെ ഇരിക്കാൻ തോന്നുന്നു. ഇനി ഇവിടെ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല, ഫുള്ള് നമ്മൾ കണ്ടു. പക്ഷെ ഒരു കാം ആൻഡ് പീസ്ഫുൾ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ പുറത്തത്തെ, അത് നമുക്ക് വിട്ടു പോകാൻ തോന്നുന്നില്ല കേട്ടോ. അപ്പൊ ഇനിയിപ്പോ പോണതിന്റെ മുന്നേ ഇതാ വേഗം പെട്ടിയൊക്കെ എടുത്ത് വെക്കുക, എല്ലാം റെഡിയാക്കി വെക്കുക, പോവുക, ഒന്ന് ഫ്രഷ് ആവുക മീൻസ് ഒന്ന് മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണമെങ്കിൽ പോവാം. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് എത്താൻ, രാത്രിയാവില്ലേ വീട്ടിലേക്ക് എത്താൻ.
അപ്പോൾ ഞാൻ ഒന്ന് ചെറുതായിട്ട് മുഖമൊക്കെ കഴുകി ഒന്ന് റെഡി ആവാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. മാമ-എർത്തിൻ്റെ ചാർക്കോൾ ഫേസ് വാഷാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതിൽ ചാർക്കോൾ ആക്ടിവേറ്റഡ് ചാർക്കോളും ഉണ്ട്, അതുപോലെ തന്നെ കോഫി ഉണ്ട്. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്നതാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഇത് ഓയിലൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ടൈപ്പ് സംഭവമാണ് കേട്ടോ. ഓയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ മാമ-എർത്ത് എന്ന് പറയുന്നത് 100% നാച്ചുറലാണ്, എല്ലാ കെമിക്കലിൽ നിന്നും ഫ്രീ ആണ്, കെമിക്കൽ ഫ്രീ ആണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാമ-എർത്ത് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. അതേപോലെ തന്നെ ഇത് ആമസോണിലും പേർപ്പിളിലും നൈക്കയിലും ഫ്ലിപ്കാർട്ടിലും എല്ലാത്തിലും അവൈലബിൾ ആണ്. നിയർ ബൈ സ്റ്റോറിലും അവൈലബിൾ ആണ് കേട്ടോ. ഇവരുടെ ഒഫീഷ്യൽ ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ല ഫ്രഷ് ആയി. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ മാമ-എർത്തിന്റെ ഈ ഒരു ഫേസ് വാഷ് വാങ്ങണം എന്നുണ്ടെങ്കിൽ, ചാർക്കോൾ ഫേസ് വാഷ് വാങ്ങണം എന്നുണ്ടെങ്കിൽ 12023 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് 20% വരെ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. അത് അവരുടെ മാമ-എർത്തിന്റെ ഒഫീഷ്യൽ ആപ്പിൽ പോയി കഴിഞ്ഞാലാണ് കിട്ടുക കേട്ടോ. അവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാലാണ്. പിന്നെ അല്ലെങ്കിൽ നിയർ ബൈ സ്റ്റോഴ്സിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ചെക്കൗട്ട് ചെയ്യേണ്ട സമയമായി. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 3-4 സ്ഥലം കണ്ടു വെച്ചിട്ടുണ്ട് കാണാൻ. അപ്പോൾ വൈകുന്നേരം നമ്മൾ രാത്രി ആകുമ്പോഴേക്കും നമുക്ക് വീട്ടിലെത്തണമല്ലോ. ഇവിടെ ഒരു 4 മണിക്കൂറുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ സ്ഥലങ്ങളും കൂടെ മിസ്സാക്കരുത്. കാരണം ഇതുവരെ നമ്മൾ എപ്പോഴും ഇങ്ങോട്ട് വന്നാലും അത് മിസ്സാവുന്ന സ്ഥലമാണ് സമയമില്ലാങ്ങിയിട്ട്. ഇപ്പോൾ ഇപ്രാവശ്യം നമുക്ക് വേഗം അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇതാ നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. എല്ലാതും പാക്ക് ചെയ്തു. അവരിതാ വന്നിങ്ങനെ ഓരോന്നോരോന്നായിട്ട് കൊണ്ടുപോവാണ്. ഇങ്ങനെ നമ്മൾ തൽക്കാലം താജ് നാസിക്കിനോട് വിട പറയണല്ലേ. അതെ, ഈ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് മിത്ത് പറഞ്ഞ പോലെ വീണ്ടും കാണും വരെ, മിത്ത് എഴുതിച്ച പോലെ. അതെ, അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ ബൈ ബൈ. അപ്പൊ നമ്മളിതാ എത്തിയിരിക്കുന്നത് രാംകുണ്ട് എന്ന് പറഞ്ഞ സ്ഥലം. അതാണ് 12 വർഷത്തിലൊരിക്കൽ കുംഭമേള നടക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ നമുക്ക് പാർക്കിങ്ങിന് സൗകര്യം ഉണ്ട്. വലിയ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാർ പാർക്ക് ചെയ്യാം. ഇവിടെ കാർ പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകിൽ നടക്കാം. പക്ഷെ മുഴുവൻ നടക്കുകയാണെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ റിക്ഷ ഉണ്ട്, അവരുടെ ഒരു റേറ്റ് കാണിക്കുന്നുണ്ട്. നാസിക് എന്നുള്ളത് ഇപ്പം നമ്മൾ ഇന്നലെ നമ്മൾ നാസിക് എന്നുള്ളത് കണ്ടത് വൈൻ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നുള്ള രീതിയിലാണ്. ഇതെന്താ അറിയോ? എക്സാക്ട്ലി. പിന്നെ ത്രയംബകേശ്വർ നമ്മളെ 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നുള്ളത് നമ്മൾ കുറേ പ്രാവശ്യം പോയിട്ടുള്ളതാണ്. അത് നമുക്കൊക്കെ ഇപ്പം നമ്മളെ നാട്ടിൽ നിന്ന് പോണെച്ചാൽ ഇപ്പോൾ രാമേശ്വരമാണ് പോകാനുള്ളത്. കാരണം ഒരു ജ്യോതിർലിംഗം അവിടെ ഉണ്ട്. ബാക്കി 12 രാമേശ്വരത്താണ് ജ്യോതിർലിംഗം ഉള്ളത്. പിന്നെ ഉള്ളത് വാരണാസി. പിന്നെ മഹാരാഷ്ട്രയിൽ വേറെ 3 ഉണ്ട് ടോട്ടലി മഹാരാഷ്ട്രയിൽ. ത്രയംബകേശ്വർ പോയി എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ ഇത് ഇത്ര വലിയ അമ്പലമാണ് എന്നുള്ളത്. അതിനുശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇത് അത്രയും നല്ല അമ്പലമാണ്. ഇത് ഗോദാവരി നദിയല്ലേ? ഗോദാവരി നദി. ഇത് നമ്മൾ പഠിച്ചിട്ടും കേട്ടിട്ടല്ലേല്ലോ. അങ്ങനെ കാണുമ്പോഴേ ഒരു ചെറിയൊരു വാരണാസി ഫീലൊക്കെ ഉണ്ട്. എക്സാക്ട്ലി അങ്ങനെ തോന്നും കാണുമ്പോ. നമ്മൾ പിക്ചറിലൊക്കെ കണ്ട ഒരു സൈഡിലെ നദി, ആളുകള്, സ്പിരിച്വലി സംഭവങ്ങൾ, പിന്നെ മുഴുവൻ രുദ്രാക്ഷം, പിന്നെ വളരെ പഴകിയ പറഞ്ഞാൽ നമുക്ക് അത്രയും പഴക്കം ചെന്ന അമ്പലങ്ങൾ. നമ്മൾ അതിന് വേണ്ടിട്ട് വണ്ടിയായിട്ട് ഒന്ന് ഇടയ്ക്കൂടെ റോഡ് കൂടെ ഫുൾ ഇടുങ്ങിയ വഴികളാണ്. അപ്പൊ നമ്മുടെ കാറായിട്ട് ഫുള്ള് നമുക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് റിക്ഷയിൽ ഇവിടെ പോകണമെന്ന് പറയുന്നത്. ഇടുങ്ങിയ വഴികളാ. ഇതൊന്നും പ്രതീക്ഷിക്കരുത് ഭയങ്കര ഹൈഫൈ നീറ്റ്നെസ്. അങ്ങനെയല്ല. പണ്ട് നമ്മൾ പഠിച്ചിരുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ രാമൻ സീത കാലഘട്ടത്തിലുള്ള ടൈപ്പ് ഓഫ് ആളുകളും രാമായണമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഈ നാസിക് എന്നുള്ള സ്ഥലം തന്നെ. ഈ നാസിക് എന്നുള്ള പേര് തന്നെ വരാൻ കാരണം ശൂർപ്പണേഖയുടെ മൂക്ക്, അത് നാക്ക് നല്ല ഹിന്ദിയിലും അത് മുറിച്ചുകൊണ്ടാണ്. അതിന്റെ ശേഷമാണ് നാസിക് എന്നുള്ള പേര് വന്നത്. അതിന് മുന്നേ പഞ്ചവടി എന്നായിരുന്നു അത്ര അത് അറിയപ്പെട്ടായിരുന്നു. അപ്പൊ ഞാനിതാ ഇവിടെ രമേശേട്ടനും വിത്തുകുട്ടിയും കൂടെ അവിടെ ഗൈഡിനെ വിളിക്കാനൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ കുറെ സ്ഥലത്തേക്ക് പോവാല്ലോ. അപ്പൊ ആ സമയം കൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് കറങ്ങാൻ വന്നതാണ്. നല്ല അടിപൊളി വളകൾ, കുപ്പിവള എന്ന് പറഞ്ഞാൽ എത്ര കളേഴ്സ് വേണം, നമ്മൾ ഈ കാണാത്ത ടൈപ്പ്. ഞാൻ ഒരു ഡസൻ വാങ്ങിച്ചു, 2 കളറ്. എനിക്ക് കുറേ വാങ്ങണമെന്നുണ്ട്, അവരവിടെ വെയിറ്റ് ചെയ്യാണ്. നല്ല നല്ല കളർ കുപ്പിവളകൾ. അപ്പോൾ 2 എണ്ണം ഞാൻ വാങ്ങിച്ചു കേട്ടോ. ഇവിടെ ഫുള്ള് ഈ ഒരു സൈഡിൽ ഫുള്ള് എല്ലാവരും കുപ്പിവള വിൽക്കുന്ന ആൾക്കാർ. നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ ഈ റിക്ഷയാണ് എടുത്തിരിക്കുന്നത്. 450 രൂപയ്ക്ക് ഗൈഡ് പ്ലസ് റിക്ഷ സഫാരി. സുമിത്ത് സഫാരിക്ക് റെഡിയായി. എവിടെ പോയി? ഞങ്ങളിവിടെ റിക്ഷ റെഡിയാക്കി നിൽക്കുകയായിരുന്നു. ഓ, അതിൻ്റെ ഇടയിൽ വള മേടിക്കാൻ പോയി.
എത്ര കുപ്പികളാ എത്ര വിളിച്ചു ആരും വന്നില്ല. ഞങ്ങളിവിടെ റിക്ഷ റെഡിയാക്കി ഇരുന്നേ പോവാനല്ലേ. വരുമ്പോ കാണാം ഇവിടെ ഫുള്ളില് ഒരു സ്ട്രീറ്റ് ഫുൾ കുപ്പികളാണ്. നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ റിക്ഷ ഇവിടെ റെഡി ആണ്. മിത്തു കയറിയിരുന്നു. അങ്ങനെ നമ്മൾ റിക്ഷയിലാണ് നമ്മളുടെ നാസിക് ഇവിടെ പഞ്ചവടി ടൂറ് പോകുന്നത്. പഞ്ചവടി ഇവിടെ അടുത്താണ്. പിന്നെ തപോവൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. തപോവൻ സീതേനെ തട്ടിക്കൊണ്ട് പോയ സ്ഥലം സംഭവങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് അതൊക്കെയും കാണാം. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ പോണത് ലക്ഷ്മൺജി മന്ദിറിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ലക്ഷ്മണൻ ശൂർപ്പണഖയുടെ മൂക്ക് മുറിച്ചത്. അങ്ങനെയാണ് നാസിക് എന്ന പേര് വന്നത് എന്നതാണ് ഐതിഹ്യം. അപ്പോൾ നാസിക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ മൂക്ക് അതായത് നാക്ക് എന്ന് പറഞ്ഞാൽ മൂക്ക് മുറിച്ചിട്ട് ആ സ്ഥലത്തെയാണ്. അതുകൊണ്ടാണ് ഇവിടെ നാസിക് എന്ന് വന്നത്. മുന്നേ പഞ്ചവടി തന്നെയായിരുന്നു ഈ സ്ഥലം. പക്ഷെ ഇങ്ങനെ ഇത് ചെയ്തതുകൊണ്ട് അവിടെ നാസിക് എന്ന പേര് വന്നു എന്നാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ കണ്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ലക്ഷ്മണൻ അവിടെ ഒരു അമ്പലം വന്നു. അവിടെ തന്നെ ഹനുമാൻ്റെ ഒരു വിഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ അമ്പലങ്ങളിലും നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല. ചില അമ്പലങ്ങളിൽ അവർ വീഡിയോയും ഫോട്ടോ ഒക്കെ ലൗഡാണ്. അപ്പോൾ പറ്റുന്ന സ്ഥലത്തൊക്കെ നമ്മൾ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഈ രാമായണത്തിൻ്റെ ചില കൊത്ത് ശില്പങ്ങളൊക്കെ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ അമ്പലത്തിൽ ചെന്നാലും നമുക്കത് മനസ്സിലാക്കി തരാൻ എല്ലായിടത്തും ഇതുപോലെ കുറച്ച് ഷോപ്പിംഗ് പ്ലേസസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അമ്പലത്തിൽ നിന്ന് നമ്മൾ നേരെ മുന്നിലേക്ക് പോകുന്നത് തപോവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രാമായണത്തിലെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. രാമായണത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ദന്തകാരണ്യ ഫോറസ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ അടുത്ത് കൂടെ ഗോദാവരി നദി ഒഴുകുന്നതും ഇവിടെയാണ് ഏറ്റവും കൂടുതൽ രാമനും സീതയും ലക്ഷ്മണനൊക്കെ നിന്നിട്ടുള്ളതും ഒരുപാട് കഥകളുള്ള ഒരു സ്ഥലമാണ് ഇപ്പം നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ അതായത് തപോവൻ എന്ന് പറഞ്ഞ ഒരു മെഡിറ്റേഷൻ ഫോറസ്റ്റാണ്. ഒരുപാട് സന്യാസിമാരും എല്ലാവരും വന്നിട്ട് മെഡിറ്റേഷൻ ചെയ്തിരുന്നത് ഈ ഒരു ഏരിയയിലാണ്. സീതാദേവിയും ശ്രീരാമനും ലക്ഷ്മണനും എല്ലാവരും വനവാസകാലത്ത് താമസിച്ചിരുന്നതും ഇതിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് അവർ നിന്നിരുന്നതും ഇവിടെയാണ് സീതാദേവി സ്നാനം ചെയ്തിരുന്നത്, കുളിച്ചിരുന്നത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് അല്ലേ ആ ഒരു കാടും അതിനോട് ചേർന്നിട്ടുള്ള ഗോദാവരി നദിയും. ഇത് ഗോദാവരി കപില സംഘമാണ് കേട്ടോ. അതായത് കപില നദിയും ഗോദാവരി നദിയും കൂടി സംഗമിക്കുന്ന സ്ഥലമാണ് ഇത്. അതുപോലെ ലക്ഷ്മണൻ ശൂർപ്പണഖയുടെ മൂക്ക് അരിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ആ മൂക്ക് അരിഞ്ഞത് കപില നദിയിലും അത് ചെന്ന് പതിച്ചത് ഗോദാവരിയിലുമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ അത്രയും ഒരുപാട് ഇതുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. ഇവിടെ 3 കുണ്ടുണ്ട്. സീതാകുണ്ട്, മുക്തികുണ്ട്, അഗ്നികുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ 3 ഇതാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളും പണ്ട് മുതലേ ഉള്ള ഐതിഹ്യങ്ങളും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു വനവാസ സ്ഥാനം ഇപ്പോൾ ഈ ഒരു നദിയുടെ തൊട്ടടുത്ത് ലക്ഷ്മൺ മന്ദിറിൻ്റെയും ഈ ഒരു കപില സംഗമത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു വനവാസസ്ഥാനം എന്ന് പറയുന്നത്. ഇവിടെ സീതാദേവിയും ശ്രീരാമനും ലക്ഷ്മണനും ഒക്കെ താമസിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അത്ഭുതമാണ് അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ശ്രീ ലക്ഷ്മി നാരായണ മന്ദിറിലേക്കാണ്. ഇവിടെ വെച്ചിട്ടാണ് കുംഭമേള. നമ്മളിവിടെ ഒരു സ്ഥലമാണ് കുംഭമേള, ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഇതാണല്ലോ. അതിലൊന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു മന്ദിറിൽ നിന്ന് വെച്ചിട്ടാണെന്നാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്നാണ് പറയുന്നത്. നല്ല ഭംഗിയാണ്. ലക്ഷ്മി ദേവീനെയും അതുപോലെ ഒക്കെ കാണാൻ നല്ല ഭംഗിയിൽ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്നാണ് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇവിടെ തൊട്ട് പിന്നിൽ അമ്പലം പുനരുദ്ധാരണം ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറിയൊരു ഭാഗമേ കാണാൻ പറ്റുള്ളൂ. ഇതെന്ന് പറയുന്നത് രാവണൻ ഭിക്ഷ യാചിച്ച് സീതാദേവിയുടെ അടുത്ത് ചെന്നപ്പോൾ സീതാദേവി ഭിക്ഷ കൊടുക്കാനായി നിൽക്കുന്ന രൂപത്തിലാണ് അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. അതിനുശേഷം നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് പഞ്ചവടി എന്നുള്ള പേര് വരാൻ കാരണം 5 വഡ് എന്ന് പറഞ്ഞാൽ 5 ആൽമരങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അത് ഓരോ ആൽമരം അവിടെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. 5 എണ്ണം തന്നെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിന് പഞ്ചവടി എന്ന് പേര് വന്നത്. ഇപ്പോൾ ഈ കാണുന്ന തിരക്ക് എന്ന് പറയുന്നത് സീതാഗുഹ. ഇത് ഭയങ്കര പ്രാധാന്യമുള്ളൊരിതാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. സീതാഗുഹ എന്ന് പറഞ്ഞാൽ സീതയും രാമനും ലക്ഷ്മണനൊക്കെ ഈ വനവാസ കാലത്ത് താമസിച്ചിരുന്ന ഗുഹയാണെന്ന് പറയപ്പെടുന്നു. അവിടെ 1-2 ഗുഹകളുണ്ട്. അതായത് ഒരു ഗുഹ എന്ന് പറഞ്ഞാൽ സീതാദേവിക്ക് മേക്കപ്പ് ചെയ്യാനുള്ള ഡ്രസ്സിങ് റൂം പോലെ, പിന്നെ ഒന്ന് ശ്രീരാമൻ സീതാദേവി ഭയങ്കര ശിവ ഡിവോട്ടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശിവലിംഗം ശ്രീരാമൻ തന്നെ സ്ഥാപിച്ച് അവിടെ അതും ചെയ്തിരുന്നു. പിന്നെ ഇവിടെ നിന്നാണ് രാവണൻ അപഹരിച്ചു കൊണ്ടുപോയത് എന്നും പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളാണ് സീതാഗുഹ. അതിൽ നമുക്ക് ഒരു സ്ഥലത്ത് ഒരാൾക്ക് അറ്റ് എ ടൈം പോകാൻ പറ്റുള്ളൂ.
അതിനുശേഷം നമ്മളിപ്പോൾ വന്നത് കാലാരാം മന്ദിറിലേക്കാണ്. അടുത്തടുത്ത് തന്നെയാണ്, എല്ലാം നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ ഈ കാലാ മന്ദിറിൽ പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെയും ഒരു ഹട്ട് ശ്രീരാമൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഈ രാക്ഷസന്മാർ ഒരുപാട് പേര് വന്നിട്ട് ശ്രീരാമനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച സമയത്ത് കാലാവതാറിൽ വന്നതാണെന്നാണ് പറയുന്നത്. കാലാവതാർ എന്ന് പറഞ്ഞാൽ കറുത്ത രൂപം എന്നാണ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ മൂർത്തി എന്ന് പറയുന്നത് കറുത്ത രൂപത്തിലാണ് കാണപ്പെടുന്നത്. പിന്നെ സ്വയംഭൂ ആയിട്ടൊന്നും പറയുന്നുണ്ട്. ഛത്രപതി ശിവാജിയുടെ കാലത്താണ് ഇത് ബിൽഡ് ചെയ്തതെന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് എന്തായാലും വളരെ പഴക്കമുള്ള അമ്പലമാണ്. അതിൻ്റേതായ ഒരു മോഡിഫിക്കേഷനും വരുത്താതെ അതിൻ്റേതായ ഭംഗിയിൽ എന്തൊരു ഭംഗി അറിയോ കാണാൻ. ഏകദേശം ത്രയംബകേശ്വരൊക്കെ ഇതുപോലെ തന്നെയാണ്. ആ ഒരു പഴയ ഒരു രീതിയിൽ തന്നെ കാണുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു സ്പിരിച്വൽ ഫീല് തോന്നും. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ല ഭംഗിയുള്ള ഒരു അമ്പലമാണ്. എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ സീതാ ഗുഫയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കാലാമന്ദിരം. അപ്പോൾ ഒക്കെ ഈ തപോവനായാലും എല്ലാം കുറച്ച് നടക്കാനുള്ള ദൂരത്ത്. അപ്പോൾ നമുക്ക് ആ ഒരു കഥയുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എല്ലാം അടുത്തടുത്ത് തന്നെയാണ്, എല്ലാം ശരിയാണല്ലോ എന്ന് നമുക്കിങ്ങനെ തോന്നിപ്പോകുന്ന രീതിയിലാണ് അവിടുത്തെ ഓരോ കാര്യങ്ങളും. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു അത്ഭുതം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തു. ഭയങ്കര ഒരു സ്പിരിച്വൽ ഫീലിംഗ് നമുക്ക് ഉണ്ടായി കേട്ടോ. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാലാമന്ദിറിനെ കുറിച്ച് ഏകദേശം ഒരു ചെറിയ ഐഡിയ കിട്ടും. അങ്ങനെ നമ്മൾ കാലാരാം മന്ദിറിൽ കുറച്ച് നേരം ഇരുന്ന് അവിടെ ഫോട്ടോസൊക്കെ എടുത്ത് ആ ഒരു സ്പിരിച്വൽ ഫീലൊക്കെ ആസ്വദിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് മടങ്ങി പോവാണ്. ഓട്ടോറിക്ഷയിലാണ് നമ്മൾ പോകുന്നത്. തിരിച്ച് അവർ തന്നെയാണ് എല്ലാ സ്ഥലവും നമ്മളെ കാണിച്ചത് കേട്ടോ. അതിനുശേഷം നമ്മൾ പുറപ്പെട്ട അതേ സ്ഥലത്ത് തന്നെ എത്തിച്ചേർന്നു. ഇത് രാംകുണ്ടാണ് കേട്ടോ. ഗോദാവരി നദിയാണ് ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് കുംഭമേള നടക്കുന്നത് കേട്ടോ. കുംഭമേള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഈ ഒരു രാംകുണ്ട്, ഈ ഒരു സ്ഥലം അറിയപ്പെടാനുള്ള കാരണം ദശരഥ മഹാരാജാവിൻ്റെ മരിച്ചപ്പോൾ അന്ത്യകർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു നദിയിൽ ഇവിടെ ഇരുന്നിട്ടാണ് ശ്രീരാമൻ ചെയ്തിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഭയങ്കര ഒരു സ്പിരിച്വൽ ഫീലുള്ള ഒരു പ്ലേസാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സ്ഥലങ്ങൾ, അതിനുശേഷം നമ്മൾ ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടു. ഇവിടെ ഒരുപാട് ഇങ്ങനത്തെയാണ് അധികം വിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്ഥലങ്ങളൊക്കെ കണ്ടു. എല്ലാം ഈ ഒരു അടുത്ത് തന്നെയാണ്. രസമുണ്ട് അല്ലേ? നമുക്ക് ഇങ്ങനെ നമ്മൾ കേട്ടിറങ്ങിയ സംഭവങ്ങളൊക്കെ ഒന്ന് കണ്ടപ്പോൾ ഒരു വല്ലാത്തൊരു അത്ഭുതം പോലെ തോന്നി. ഇനി ഇവിടെ ഫുള്ള് മാർക്കറ്റ് കേട്ടോ. ഇപ്പൊ നമ്മൾ ഈ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ കുറെ ബൂന്തി, ലഡു, സ്വീറ്റ്സ്, മൈസൂർ പാക്ക്, ഇതിന്റെയൊക്കെ ഒരു കലവറയാണ്. നിറയെ അങ്ങനെ ഫുള്ള് ഇങ്ങനെ മാർക്കറ്റുകൾ തന്നെയാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ വള വാങ്ങിയ സ്ഥലം, അപ്പൊ അത് ഓരോന്നായിട്ട് നമുക്ക് ചുമ്മാ ഒന്ന് ഇങ്ങനെ വെറുതെ കാണിച്ചു തരാം. ഞാൻ 2 കളർ വാങ്ങി. ഒരു ആഷ് കളർ പോലത്തെ വാങ്ങിച്ചു, ഒരു ഏകദേശം ഇതിന് മാച്ച് ഒരു ഗ്രീനും വാങ്ങിച്ചു. ഇത്തിന് വേണോ വള? കുപ്പി വള? ഇത്തിനായാലൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ഞങ്ങൾ ചോദിച്ചു എന്തിനാണ് ഇത്രയും കുമ്പളങ്ങ ഇവിടെ. അപ്പൊ ഈ കുമ്പളങ്ങയായിട്ട് സബ്ജി മെയിൻ ആയിട്ട് ആ പേട ഉണ്ടാക്കും. അതിന് ആഗ്രാപേട അല്ലേ, നമ്മൾ പേട എന്ന് പറയും. പിന്നെ ഹൽവ, പിന്നെ പൂജയ്ക്ക് വെക്കും എന്ന് പറഞ്ഞു. അതാണ് ഇവിടെ ഇത്രയും കുമ്പളങ്ങ വെക്കുന്നത്. അപ്പൊ സമയം 3 മണിയായി. നമ്മൾ രാവിലെ ഇതൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നു. ഈ ഒരു കുറച്ചു നേരം, ഒരു 2-3 മണിക്കൂർ കാണാനുള്ളതേ ഉള്ളൂ. കണ്ടോ ബാക്കില് കാണുന്ന മന്ദിരെല്ലാം ഇതുപോലെ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ആ ഒരു അമ്പലത്തിന്റെ പ്രതീതി ഉണ്ട്. അപ്പൊ ഈ ഒരു നാസിക്കിൽ വരുന്നവർ വൈൻയാർഡ്, വൈനും അതുപോലെ ഈ പഞ്ചവടി ഒരു ഹാഫ് ഡേ ഉള്ളതേ ഉള്ളൂ, എക്സ്പ്ലോർ ചെയ്യാവുന്നതേ ഉള്ളൂ. 1 അവർ എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പൊ പക്ഷെ എന്താ വെച്ചാൽ നാസിക്കിൽ വരുന്നവർ ഇവിടെ വരാതെ പോയത് കഴിഞ്ഞ 3 പ്രാവശ്യം ഞങ്ങൾ ചെയ്തൊരു, അതായത് അത്രയും അടുത്താ അല്ലെ, അത്രയും അടുത്തോടെ 10 മിനിറ്റ്, ഒരു 1 മണിക്കൂർ കറങ്ങിയ നമ്മൾ പഠിച്ചിട്ടുള്ള, നമ്മൾ അറിഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റുക എന്നുള്ളതൊരു ഭാഗ്യം. അങ്ങനെ കണ്ടാൽ മതി. പിന്നെ ഈ പറഞ്ഞ പോലെ ഷിർദി, ത്രയംബകേശ്വർ, ശനി സിംഗ്നാപൂർ, ഈ ഒരു പഞ്ചവടി ഇത് ഒരുമിച്ചൊന്ന് പിടിച്ചാൽ മതി അല്ലെ. അതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ത്രയംബകേശ്വറും ഷിർദിയൊക്കെ മസ്റ്റ് വിസിറ്റ് ആണ്. ശനി സിംഗ്നാപൂർ, ആ ഗാവൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഗ്രാമത്തിൽ കൂടെ ഒക്കെ പോകുമ്പോ രാവിലെ 5 മണിക്ക് തീരെ തിരക്കില്ലാത്ത സമയമാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും നിന്ന് ഇത് കണ്ട് ത്രയംബകേശ്വർ കണ്ട് ഇവിടെ കണ്ടിട്ട് ഷിർദി പോവാണെങ്കിലും നല്ല ഓപ്ഷനാണ്. ശനി സിംഗ്നാപൂരൊക്കെ നമ്മൾ കാണേണ്ട, അത് സ്ഥലത്തിന്റെ അല്ല, അത് ആ ഒരു പോകുന്ന ഏരിയ, വാതിലുകളില്ലാത്ത വീടുകൾ. നമ്മൾ വ്ളോഗ് എടുത്തിട്ടില്ല, അത് മിസ് ചെയ്തു. പക്ഷെ എപ്പോഴെങ്കിലും നമ്മൾ ഒരുപാട് തവണ പോയിട്ടുള്ളത്. അപ്പൊ നിങ്ങളടുത്ത് പറയാണ്, ആ ഒരു ഗ്രാവ് കൂടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ, പണ്ടത്തെ നമ്മുടെ കേരളം എന്നൊക്കെ പറയില്ല, ഇപ്പോഴും ഇവിടെ അങ്ങനത്തെ ഒക്കെ തന്നെയാണ്. നല്ല രസമാണ് അത് കൂടെ പോകുമ്പോൾ, ഭയങ്കര രസമുള്ള ഒരു ഏരിയയൊക്കെയാണ്. അപ്പൊ അങ്ങനത്തെ വില്ലേജ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക്, അല്ലാതെ ഭയങ്കര ഹൈഫൈ ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കരുത്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലമാണ്. നമ്മൾ തൽക്കാലം ഇവിടുന്ന് പോവാണ്. ഫുഡൊന്നും കഴിച്ചിട്ടില്ല, വിശക്കണമൊന്നുമില്ല. പക്ഷെ എന്നാലും പോണ വഴിക്ക് ഇനി എന്തെങ്കിലും നാസിക്കിൽ എക്സ്പ്ലോർ ചെയ്യാണ്ടോന്നൊക്കെ നോക്കാം അല്ലെ. തൽക്കാലം നമുക്ക് പഞ്ചവടിയോട് വിട പറയാം അല്ലെ. യെസ്. അപ്പൊ എന്തായാലും എല്ലാതും കണ്ട് നിങ്ങളും ഒന്ന് പറ്റുമെങ്കിൽ കാണാൻ ശ്രമിക്കാം. ഇവിടെ വന്നാൽ വേറെയും കുറെ സംഭവങ്ങൾ, ഈ പറഞ്ഞ പോലെ ഒരു അമ്പലം ടൂറായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരിക്കാം അല്ലെ. ഷിർദിയും അതൊക്കെ കൂടെ. അപ്പൊ എന്തായാലും രസമുണ്ട് കാണാൻ, ഒരു അനുഭവം അല്ലെ.